മലപ്പുറം കക്കാടിനടുത്തുള്ള കൂരിയാടാണ് ഞാൻ ഈ നിൽക്കുന്നത്. കുറ്റിപ്പുറത്ത് അപകടം സംഭവിച്ചപ്പോൾ അതിന് വഴിവെച്ച കാരണങ്ങൾക്ക് സമാനമായ അവസ്ഥ ഇവിടെയും ദേശീയപാത 66 എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും പാണമ്പുഴ പുഴ, അതിൻ്റെ കുറുകെയുള്ള പാലമാണ് ഈ കാണുന്നത്. അതിൻ്റെ മറുവശത്ത് പുതിയ പാലമുണ്ട്, 3 വരി പാതയായിട്ട് അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ കോഴിക്കോട്ടേക്ക് പോകുന്ന, അതായത് കക്കാട് ഭാഗത്തും കോഴിക്കോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ 2 വരി പാലത്തിലൂടെ, 2 വരി പാതയായിട്ടുള്ള പഴയ പാലത്തിലൂടെ വേണം കടന്നു പോകാൻ. അത് മാത്രമല്ല ഇവിടെ വിഷയം. ഇവിടെ ദേശീയപാത ഒരു വശത്ത് ഈ 2 വരി ട്രാക്കായിട്ട്, അവിടെ മുതൽ 2 വരി ട്രാക്കായിട്ട് മാറുന്നുണ്ട്. ആ ട്രാക്കിലേക്കാണ് കക്കാട് നിന്നുള്ള ഈ ഒരു സർവീസ് റോഡ് നേരിട്ട് വന്നു കയറുന്നത്. അതായത് സർവീസ് റോഡ് നേരെ പ്രവേശിക്കുന്നത് ദേശീയപാതയിലേക്കാണ്. ദേശീയപാതയിലെ 2ാം വരിയിലെ സ്പീഡ് ട്രാക്കിലേക്കാണ് കയറിപ്പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സർവീസ് റോഡില്ല. ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ഈ സ്പീഡ് ട്രാക്ക് വഴി മാത്രമേ വാഹനങ്ങൾക്ക് കയറി പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ കാര്യത്തിനുണ്ട്. കാരണം ഈ മേഖലയെക്കുറിച്ച് അറിയാത്ത ആളുകൾ രാത്രികാലങ്ങളിലൊക്കെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ വലിയ അപകടങ്ങളിലേക്ക് അത് മാറാത്തത് കൊണ്ടാണ് ചർച്ചകളിലൊന്നും വരാത്തതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടത്തെ സംബന്ധിച്ച് ഇവിടെ പാലം പണിയുക എന്നുള്ളതാണ് ശാശ്വതമായിട്ടുള്ളൊരു എന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണുക. ഇപ്പോൾ ഇത് സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിലുള്ള വാഹനം നേരെ പ്രവേശിക്കുന്നത് ദേശീയപാതയിലെ 2ാമത്തെ ട്രാക്കിലേക്കാണ്, സ്പീഡ് ട്രാക്കിലേക്കാണ്. കുറ്റിപ്പുറത്ത് അപകടം ഉണ്ടായ ഇടത്തും സമാനമായ അവസ്ഥയായിരുന്നു. എന്നാണെങ്കിലും ഇതേക്കുറിച്ച് നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. തീർച്ചയായിട്ടും ഹൈവേയും 2 വരിയായിട്ട് ചുരുങ്ങുകയാണ്. ഹൈവേ 2 വരിയായിട്ട് ചുരുങ്ങുന്നു എന്ന് മാത്രമല്ല, ഇത് ഡയറക്റ്റ് ഇപ്പോൾ ഇതിലെ വരുന്ന, അപ്പോൾ ഈ സർവീസ് റോഡിലൂടെ വരുന്ന ഒരു JCB, ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ട്രാക്ടറാണ് നേരെ ദേശീയപാതയുടെ സ്പീഡ് ട്രാക്കിലേക്ക് കടക്കുന്നത്. അതാണ് അതേസമയം ഈ 2 വീലറിനോ ഓട്ടോറിക്ഷകൾക്കോ അതുപോലുള്ള മറ്റു വാഹനങ്ങൾക്കോ പ്രവേശനമില്ലാത്ത ഹൈവേയിലേക്ക് ഈ നേരെ ഹൈവേയുടെ സ്പീഡ് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിനൊരു പരിഹാരം അടിയന്തരമായിട്ടുണ്ടാവണം എന്നുള്ളത്. രണ്ടാമതൊരു കുറ്റിപ്പുറം ആവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ ദേശീയപാത ഇവിടെ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഇങ്ങോട്ട് വരുന്ന റോഡുകൾ 2 വരി പാതയായിട്ട് ചുരുങ്ങുകയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നടപ്പാതില്ല എന്നുണ്ടെങ്കിൽ കൂടി വലിയ ഗൗരവമുള്ള വിഷയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 2 വരി പാതയിലൂടെ 4 വരി പാതയിൽ നിന്ന് തന്നെ വാഹനങ്ങൾ 2 വരി പാതയ്ക്ക് ചുരുങ്ങണം. ആ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ വേങ്ങര മറ്റ് പ്രദേശം യൂണിവേഴ്സിറ്റിക്കൊക്കെ പഠിക്കാൻ പോണ വിദ്യാർത്ഥികൾ കക്കാട് പ്രദേശം ബസ് കയറാനും കൂരിയാട്ടുക്കും അതുപോലെ തന്നെ കക്കാട്ടും കൊണ്ട് പ്രവേശനം നടപ്പാതില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ഈ ഭാഗത്ത്. അപ്പോൾ അതും കൂടി വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. ഏറ്റവും നല്ലൊരു പരിഹാരം അതുതന്നെയാണ്. പക്ഷെ നമ്മൾ അപകടം സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ആവലാതിപ്പെട്ടിട്ടോ കാര്യമില്ല. അതിന് മുമ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പരിഹാരം ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു സർവീസ് റോഡ്, ഇവിടെ ഒരു പാലം അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർവീസ് റോഡ്, അത് മാത്രമാണ് ഒരു പരിഹാരമുള്ളത്. തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ കൂരിയാട് പാലം നിർമ്മിച്ചിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ എന്ന പോലെ 3 വരി പാതയ്ക്ക് പുറമെ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, പിന്നെ നേരെ സെക്കൻഡ് ട്രാക്കിലോട്ടാണ് കയറുന്നത്. 3ാമത്തെ വരിയിലോട്ട് കയറിയിട്ട് സ്പീഡ് ട്രാക്കിലോട്ട് കയറുന്നതിന് പകരം ഡയറക്റ്റ് സ്പീഡ് ട്രാക്കിലോട്ടാണ് എൻട്രി വരുന്നത്. അപ്പോൾ നിരവധി ആക്സിഡൻറ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രാദേശികമായിട്ട് തന്നെ നിരവധി ഈ ആളുകൾ തമ്മിൽ, യാത്രക്കാർ തമ്മിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കശപിശകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ ഇവിടെ പുതിയ സർവീസ് റോഡ് അടക്കം ഇവിടുന്ന് നോക്കിയാൽ കൂരിയാട്ടേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ സർവീസ് റോഡ് അടക്കമുള്ളൊരു പാലം ഉണ്ടാക്കുക എന്നതാണ് ശാശ്വതമായ പരിഹാര മാർഗം. ഇത് നേരത്തെ ഞങ്ങൾ ഈ വിഷയം, ഈ പാലം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടുകാർ ഈ വിഷയം ഉയർത്തിയതാണ്. ഇവിടെ ഞങ്ങൾ സമരം നടത്തി PD പ്രൊജക്ട് ഡയറക്ടറെ ഇവിടെ ഞങ്ങൾ വരുത്തിച്ചു. വന്നിട്ട് അദ്ദേഹം പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കുമെന്ന് പോയത്. പക്ഷേ ഏകദേശം ഹൈവേയുടെ പണി പൂർത്തിയായി, ടോൾ പിരിവൊക്കെ ആരംഭിച്ചിട്ട് പോലും ഈ വിഷയത്തിൽ പരിഹാരമില്ല. അപ്പോൾ സർവീസ് ഈ യാതൊരു മുമ്പ് പറഞ്ഞ പോലെ തന്നെ 50 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഒരു പാലാണ്. ഈ പാലത്തിൻ്റെ വീതി കൂട്ടിയാണ്ട് സർവീസുകൾ സമാനമായി ചെയ്യുന്ന പാലം എന്ന് വെച്ചാൽ ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഒന്നുകിൽ അതിന് എന്തെങ്കിലും തക്കതായിട്ടൊരു നടപടി അവിടെ ചെയ്യാത്ത പക്ഷം ഇവൻ പ്രക്ഷോഭത്തിലേക്ക് ഇത് പോകും. കാരണം ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു അവസരങ്ങൾ അധികൃതർക്ക് കത്ത് കൊടുത്തും കാര്യങ്ങൾ ചെയ്താണ്. ഇനിയും ഇത് അവസ്ഥയിലേക്ക് തുടരുകയാണെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്കും അതിൻ്റെ മറ്റു നടപടിയിലേക്ക് ഞങ്ങൾ പോകുന്നുള്ളതാണ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദേശീയപാത അതോറിറ്റിയെയും MLA-മാരെയും MP-മാരെയും ഒക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഒന്ന് മാത്രമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ ഒരു സർവീസ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ സർവീസ് റോഡ് കൂരിയാട്ടേക്ക് നീട്ടി ഒരു പാലം പണിതാൽ മാത്രമേ ഇവിടെ ഒരു പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. അത്തരത്തിൽ ഒരു നടപടി അതിന് സർക്കാർ മുൻകൈ എടുത്തില്ലെങ്കിൽ
വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനവുമുണ്ട്. കാരണം അത്രമാത്രം ഈ അപകട സാധ്യത ഇവിടെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അപകടം ഉണ്ടായതിനു ശേഷം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് അപകടത്തിൻ്റെ സാധ്യതയുണ്ടെന്നറിയുമ്പോൾ അത് ഒഴിവാക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയാണ്. അധികൃതർ ഇതിന് തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളാകും കൂരിയാട് വരും ദിവസങ്ങളിൽ നടക്കുക. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.